പത്തനാപുരത്ത് കടക്കാമണ്ണിൽ കാറ്റിൽ മരം വീണ് അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച് കെട്ടിടത്തിന് നാശനഷ്ടം. അവധി ദിനങ്ങളിൽ ഇവിടെ ബൈബിൾ ക്ലാസ്സിനെത്താറുണ്ടായിരുന്ന 30ഓളം കുട്ടികൾ സംഭവത്തിന് അരമണിക്കൂർ മുമ്പ് തിരിച്ചുപോയതിനാൽ ആർക്കും അപകടമില്ല. കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ ഇവരെ ചർച്ച് അധികൃതർ വീടുകളിലേക്ക് തിരിച്ചയക്കുകയായിരുന്നു. വനംവകുപ്പിന്റെ അധീനതയിലുള്ള അക്കേഷ്യ മാഞ്ചിയ മരങ്ങളാണ് കെട്ടിടത്തിന് മുകളിലേക്ക് വീണത്. ചെറിയൊരു കാറ്റത്തായത് പിഴുതു വീണതാണ്. ഒരു മരത്തിന് മുകളിലോട്ടൊരു മരം വീണതാണ്. ഞങ്ങൾ നാളുകളായി അപേക്ഷ കൊടുത്തതാണ്. ഗണേഷ് സാർ മന്ത്രിയായിരിക്കുന്ന കാലത്ത് അപേക്ഷ കൊടുത്തതാണ്. കുറച്ചോളം മുറിക്കാൻ അവർ ഓർഡർ ഇട്ടതാണെന്ന് പറഞ്ഞു. ഇതെല്ലാം പോട് പിടിച്ചിരിക്കുക. 7 കൊല്ലം ഇതിൻ്റെ ആയുസുള്ളൂ. 7 കൊല്ലം കഴിഞ്ഞ് മുറിക്കേണ്ടത് ഇപ്പോൾ 2013 കോഴിക്കാട് അവിടെ വീണ് ആ കട മൊത്തം തകർന്നു. അതെല്ലാം മുറിച്ച വിട്ടിട്ടേപ്പുണ്ട്. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ഈ പഞ്ഞിമരം ഇതെല്ലാം ഇനി അങ്ങോട്ട് വീഴും. ഈ പരത്തിൽ മുകളിലോട്ട് വരും. ആ പാരപ്പറ്റ് എല്ലാം പൊട്ടിപ്പോയി. പിള്ളേരെ പഠിപ്പിക്കുന്ന ഇടമാണ്. ഞങ്ങളൊരു 10 മിനിറ്റ് മുമ്പ് അതിൽ നിന്ന് താഴോട്ട് ഇറങ്ങിപ്പോയത്. ഉച്ച സമയം ആയതുകൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. 1 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ട്. കെട്ടിടത്തിന്റെ മുൻഭാഗത്തെ ഷെഡ് പൂർണ്ണമായി തകർന്നു. ഭിത്തികൾക്ക് വിള്ളൽ വീണു. സമീപത്തെ ഇറച്ചിക്കോഴിക്കടയിലേക്ക് മാഞ്ചിയ മരം വീണ് കഴിഞ്ഞ ദിവസം അപകടമുണ്ടായിരുന്നു. ജനവാസ കേന്ദ്രങ്ങളിൽ അപകട ഭീഷണി ഉയർത്തുന്ന വനംവകുപ്പിന്റെ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നെങ്കിലും നടപടിയെടുത്തില്ലെന്ന് ആക്ഷേപമുണ്ട്. വനംവകുപ്പിന്റെയും മരാമത്ത് വകുപ്പിന്റെയും അധീനതയിലുള്ള മരങ്ങൾ അപകടം വരുത്തുമ്പോൾ പൊതുജനങ്ങൾക്ക് വേണ്ടത്ര നഷ്ടപരിഹാരം ലഭിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.